വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് കാണിച്ചു തരുന്നത് 4 വയസ്സായ കുട്ടികൾക്കുള്ള യോക്ക് പോർഷന് അങ്കാര കട്ടിങ് കൊടുത്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി എടുത്ത മെറ്റീരിയലാണ് ബ്ലാക്ക് പ്ലെയിന്. അപ്പോൾ അത് നമ്മൾ ഒട്ടും അറിയാത്തവർക്കും ആദ്യമായിട്ട് ചെയ്യുന്നവർക്കും എന്ത് ചെയ്യുക, വേസ്റ്റ് ആയിട്ടുള്ളൊരു തുണി എടുക്കുക, ഇതുപോലെ കട്ട് പീസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക. എന്നിട്ട് അതിൽ നമ്മുടെ അളവ്, നമ്മൾ കൊടുക്കേണ്ട അളവ് എന്താ വെച്ചെങ്കിൽ അതെല്ലാം മാർക്ക് ചെയ്യുക. 10-11 വയസ്സായ കുട്ടികൾക്കുള്ള മെഷർമെൻറ്റിലാണ് ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 ഇഞ്ചാണ് എൻ്റെ നെക്ക് വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ 4 ഇഞ്ചുണ്ട്. ഷോൾഡർ 6 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ആം ഹോൾ 5 ഇഞ്ച്. അപ്പോൾ എല്ലാ മെഷർമെൻറ്റിനും അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതേ അളവിലുള്ളവർക്കാണെങ്കിൽ ഇതിൽ നോക്കിയിട്ട് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനും വിചാരിച്ചിരുന്നത് നിങ്ങളെപ്പോലെ തന്നെ വളരെ ടഫാണ് അങ്കാര കട്ടിങ് എന്നുള്ളതാണ്. ഞാനിതുവരെ ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നി, വളരെ സക്സസ്ഫുള്ളായിട്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ചെയ്യാട്ടോ. ഒട്ടും അറിയാത്തവർക്കും ഇതിൽ നോക്കി ചെയ്യുക. അപ്പോൾ ചെസ്റ്റിൻ്റെ വണ്ണം കൊടുത്തിരിക്കുന്നത് 25 ഇഞ്ചാണ്. 25-ന് 4-ൽ1 ഭാഗം 6.25 വരുന്നത്. പ്ലസ് ഒരു 4 ഇഞ്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട്, 6.5 ആക്കിയിട്ടുണ്ട്. പിന്നെ 2 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ യോക്കിൻ്റെ ലെങ്ത്ത് ഞാൻ 10 ഇഞ്ചാണ് വേണ്ടത്. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ട് 12 ഇഞ്ചിൽ മാർക്കിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോൾ ചെയ്യുമ്പോഴും അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ യോക്കിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ അതാണ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് പോകരുത്. പ്ലസ് സീം അലവൻസും കൂടെ കൊടുക്കണം. ഓൾറെഡി നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഇത് കുറച്ച് കയറി നിൽക്കും. അപ്പോൾ അതുപോലെ വേസ്റ്റിൻ്റെ വൈഡ് കൊടുത്തിരിക്കുന്നത് 5.5 ഇഞ്ചാണ്. 22 ഇഞ്ചാണ് ടോട്ടൽ വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ഞാൻ 4-ൽ1 ഭാഗമാണ് ഇതിൽ കാണിക്കുന്നതും പറയുന്നതും. അപ്പോൾ നിങ്ങൾക്കും ഓരോരുത്തരുടെയും അളവ് അറിയാവുന്നത് വെച്ചിട്ട് അതിൻ്റെ 4-ൽ1 ഭാഗം വെച്ചിട്ടാണ് കേട്ടോ വെട്ടേണ്ടത്. അപ്പോൾ ഇതിനേക്കാളും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അപ്പോൾ വരുത്തിയാൽ മതി ഓരോരുത്തരുടെയും അളവ് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നെക്കിൻ്റെ മാർക്കിങ്ങാണ് കൊടുക്കേണ്ടത്. നെക്ക് 2 ഇഞ്ച് വീതിയും 4 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. 4 ഇഞ്ച് വേണ്ട, 3.5 ഇഞ്ചൊക്കെ മതി. അപ്പോൾ വീക്കഴുത്ത് ആയതുകൊണ്ട് 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കുകയാണ്. വീക്കഴുത്താണ് ഇങ്ങനെയുള്ള കട്ടിങ്ങിന് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതേ വി ഷേപ്പിൽ കൂടെയാണ് നമ്മുടെ ഈ എൻഡിങ്ങിലേക്ക് വരുന്നത്. ഇവിടെ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം 1/2 ഇഞ്ച് നമ്മൾ അടിയിൽ സ്കേർട്ടിൻ്റെ പോർഷൻ്റെ മീതെ വെച്ച് തയ്ച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ 1/2 ഇഞ്ച് പോവും. പിന്നെ ഒരു 1/2 ഇഞ്ച് കറക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് വെറും 1/2 ഇഞ്ച് മാത്രം ആക്കിയിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ വീനെക്കിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തിട്ടൊന്ന് വരയ്ക്കുകയാണ് വേണ്ടത്. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. വളരെ സിമ്പിളാണ്. എന്നിട്ട് ഇത് ഈ പീസ് വെച്ചിട്ടാണ് നമ്മൾ നല്ല തുണിയിൽ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനിയിപ്പോൾ വേസ്റ്റ് തുണി ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു പേപ്പറിൽ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പ്ലെയിന് ഷിഫോണിൻ്റെ തുണിയിലാണ് വെച്ച് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ബ്ലാക്കിൽ കാണുന്നുണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ പിന്നൊക്കെ വെച്ച് കുത്തി കൊടുത്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് നിർത്തുക. എന്നിട്ട് നമ്മൾ ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള തുണിയിലാണ് കട്ട് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഒരു റോങ് സൈഡ് വെച്ചിട്ട് ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുക. അതേപോലെ പിന്നെ നമ്മൾ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുക, റൈറ്റ് സൈഡ് കമഴ്ത്തിയിട്ടിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്കുള്ള 2 ഭാഗങ്ങളും കിട്ടും. അതുപോലെ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ പ്രിൻ്റഡ് മെറ്റീരിയലാണ് കട്ട് ചെയ്യുന്നത് വെച്ചെങ്കിൽ അതേപോലെ തന്നെ ശ്രദ്ധിക്കുക. ഒരു പ്രാവശ്യം റൈറ്റ് സൈഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം റോങ് സൈഡ് വെച്ച് കട്ട് ചെയ്യാം. അതല്ലാതെ ഇതേപോലത്തെ 2 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് എന്ത് തുണിയിലാണോ തയ്ക്കാൻ പോകണമെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡും റോങ് സൈഡും വെച്ചിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഭാഗം കിട്ടും കേട്ടോ. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. ഇതേപോലെ അതാ നോക്കുക. ഇതിപ്പോൾ ഞാൻ റൈറ്റ് സൈഡ് റൈറ്റ് സൈഡ് താഴേക്കും റോങ് സൈഡ് മേലേക്കും ആക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് റൈറ്റുള്ള പോർഷൻസ് നമുക്കിങ്ങനെ കിട്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതിൽ ലൈനിങ്ങും കൂടെ നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അരികൊക്കെ അടിച്ചിട്ട് മറിച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നെക്കിൻ്റെ ഭാഗത്തൊരു ക്യാൻവാസും വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മളിത് വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു പൈപ്പിങ്ങും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ പ്രിൻ്റഡ് തുണി വെച്ചിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മോൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.